അപ്പോൾ നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് chi-square ടെസ്റ്റിൻ്റെ chi-square ടെസ്റ്റ് നമ്മൾ ആദ്യം എന്തിനായിരുന്നു യൂസ് ചെയ്തത്? 3 കേസിലാണ് നമ്മൾ chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത് നോർമൽ പോപ്പുലേഷൻ്റെ വേരിയൻസ് ടെസ്റ്റ് ചെയ്യാൻ, സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സം സിഗ്മ നോട്ട് സ്ക്വയർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിരുന്നു. അത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഫോർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണ്. ടെസ്റ്റ് ഫോർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റിംഗ് എന്താണെന്ന് അറിയാം. ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഡേറ്റ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഡേറ്റ എത്രത്തോളം ഫിറ്റാണ് ആ ഡിസ്ട്രിബ്യൂഷനിൽ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഈ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി chi-square യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ നോക്കാം. Another application of chi-square distribution is the test of goodness of fit due to Professor Carl Pearson, who derived it independently in 19,000. Here we shall find a test to determine if a population has a specified theoretical distribution. The test is based on how good a fit we have between the frequencies of occurrence of observation in a given sample and the expected frequencies obtained from the specified distribution. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് തരും. x1 എക്സെട്ര xn തരും, കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും തരും. എന്നിട്ട് നമ്മളോട് പറയും ഈ ഡിസ്ട്രിബ്യൂഷൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇതിൽ എത്രത്തോളം ഫിറ്റ് ആണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിസോണിൻ്റെ ഡെൻസിറ്റി വെച്ചിട്ട് നമ്മൾ ഈ f(x1), f(x2), എക്സെട്ര f(xn) കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുണ്ടാവുന്ന എന്താണ്? ഒബ്സേർവ്ഡ് ഫ്രീക്വൻസീസ് ആണ്. x1, x2, എക്സെട്ര xn കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും ഉണ്ടാവും. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതാണ് ഒബ്സേർവ്ഡ് ഫ്രീക്വൻസീസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷനിൽ x1, x2, എക്സെട്ര xn കൊടുക്കുമ്പോൾ f(x1) കിട്ടും, f(x2) കിട്ടും, എക്സെട്ര f(xn) കിട്ടും. ഇതിനെയാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി നമ്മൾ OI വെച്ചിട്ടാണ്, O(i) വെച്ചിട്ടും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീനെ ഈ ക്യാപിറ്റൽ E(i) വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഈ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിൽ ഡിഫറൻസ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ സാമ്പിൾ എന്ന് പറയുന്നത് സാമ്പിൾ ഒബ്സർവേഷൻസ് ആ പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷനിൽ ഫിറ്റ് ആണെന്ന് പറയാം. അതർവൈസ് നമുക്ക് എന്ത് പറയാം? അത്രത്തോളം ഫിറ്റ് അല്ല. ഇതാണ് നമ്മൾ ഈ ടെസ്റ്റിൽ ചെയ്യാൻ പോകുന്നത്. നോക്കാം. കൺസിഡർ എ സെറ്റ് ഓഫ് പോസിബിൾ ഇവൻറ്റ്സ് 1, 2, 3 up to n arranged in n classes or cells. നമുക്ക് n സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട്. ലെറ്റ് ദീസ് ഇവൻറ്റ്സ് occur with frequencies O1, O2, etc. On called the observed frequencies. നമുക്ക് n സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതാണ് O1, O2, etc. On. Let them be expected to occur using the concept of probability with the frequencies E1, E2, etc. En called the expected frequencies. നമ്മൾ കണ്ടുപിടിക്കുന്ന ഫ്രീക്വൻസീസ് ആണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. A measure of discrepancy existing between the observed and expected frequencies can be found by using the test statistic chi-square and is given by chi-square equal to summation I from 1 to n OI minus EI all square by EI. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് chi-square എന്ന് പറയുന്നത്. summation I from 1 to n OI minus EI all square by EI. അപ്പോൾ നമുക്ക് എന്ത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മളിവിടെ സ്ക്വയർ ടേം എന്തിനാണ് വരുന്നത്? OI മൈനസ് EI ഹോൾ സ്ക്വയർ എന്തിനാണ് വന്നത്? ചിലപ്പം ചില കേസിൽ OI EI എന്ന് പറയുന്നത് പോസിറ്റീവ് കിട്ടാം, നെഗറ്റീവ് കിട്ടാം അല്ലേ? അപ്പോൾ ഇതൊക്കെ കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഫൈനലി 0 കിട്ടും. അങ്ങനെ നമുക്ക് 0 കിട്ടാം. OI EI ഈക്വൽ ആണെങ്കിൽ നമുക്ക് 0 കിട്ടാം. അതുപോലെ ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 0 കിട്ടാം. പക്ഷേ അങ്ങനെ നെഗറ്റീവും പോസിറ്റീവും വന്നിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് 0 കിട്ടുവാണെങ്കിൽ OI ഈക്വൽ ടു EI എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ ചിലപ്പം ചില കേസിൽ എന്താണ് ഒരു -1 വരും, ഡിഫറൻസ് തമ്മിൽ -1 വരും. ചില കേസിൽ ഒരു +1 വരും, -2 വരും, ഒരു +2 വരും. ഇങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പം O1ഉം E1ഉം തമ്മിൽ ഒരു പോസിറ്റീവ് ഡിഫറൻസ് ആണെന്ന് വെച്ചാൽ 1 ആണ്. O1ഉം E1ഉം പിന്നെ ഫസ്റ്റ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും ഫസ്റ്റ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിൽ ഡിഫറൻസ് 1 ആണ്. സെക്കൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും സെക്കൻഡ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും തമ്മിൽ ഡിഫറൻസ് -1 ആണ്. ഇതുപോലെ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ സം എടുക്കുമ്പോൾ ഫൈനലി 0 ആണ് കിട്ടുക. പക്ഷേ ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്.
ഫൈനലി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുകയാണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ എന്തായിരിക്കും? കൺക്ലൂഷനിൽ എറർ വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്ക്വയർ എടുക്കുന്നത്. സ്ക്വയർ എടുക്കുമ്പോൾ നെഗറ്റീവ് ടേംസും കൂടെ എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്തിട്ട് പോസിറ്റീവ് ടേം ആവും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡിഫറൻസ് നമുക്കവിടെ കിട്ടും. ഇഫ് എൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസീസ് ആണ്. അതുപോലെ തന്നെ ഈ സമ്മേഷൻ OI ഈക്വൽ ടു സമ്മേഷൻ EI ആയിരിക്കണം. ഈ ഫ്രീക്വൻസീസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം ഫൈനലി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സമ്മേഷൻ OI ഈക്വൽ ടു സമ്മേഷൻ EI എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ വരുന്നുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്? chi² ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n ആയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു ഒരു കൺസ്ട്രെയിൻ വരുന്നതുകൊണ്ട് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒന്ന് കുറയും. എന്ത് ചെയ്യും? n-1 ആവും. സോ ദ സ്റ്റാറ്റിസ്റ്റിക് chi², ഇവിടെ കൊടുത്ത സ്റ്റാറ്റിസ്റ്റിക് chi² ഈക്വൽ സമ്മേഷൻ I from 1 to n OI minus EI all square by EI എന്ന് പറയുന്നത് ഫോളോസ് chi² വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയാണ് നമ്മൾ നോക്കുക? ആദ്യം നമ്മൾ എത്ര ടോട്ടൽ ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കണം. അതിനുശേഷം ഇതുപോലെയുള്ള കൺസ്ട്രെയിൻസ് വരികയാണെങ്കിൽ എത്ര കൺസ്ട്രെയിൻ വരുന്നോ അതിനനുസരിച്ച് നമ്മളുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയും. ഇവിടെ ഇപ്പോൾ ഒരു കൺസ്ട്രെയിൻ ആണ് വന്നത്. സോ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ത് ചെയ്തു? എന്നിൽ നിന്നും n-1 ആയിട്ട് മാറി. അപ്പോൾ നോക്കാം. ഡ്യൂ ടു ദിസ് ദ ഡിസ്ട്രിബ്യൂഷൻ ലോസസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. The theoretical frequencies are calculated on the supposition that the data obeyed a certain law of distribution, such as for example the normal or binomial or Poisson. ഈ നോർമൽ, ബൈനോമിയൽ, പോയിസൺ ഇത് ഏതെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഇതിൽ ഫിറ്റ് ചെയ്യാനായിരിക്കും നിങ്ങളോട് പറയുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ നിങ്ങൾ എന്താണെന്ന് എഴുതുക. ആ ഡെൻസിറ്റി ഫംഗ്ഷനിൽ f(x1) നമ്മൾ തന്നേക്കുന്ന x1, x2, etc. ഉണ്ടാവില്ലേ? അപ്പോൾ f(x1) എന്താണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. f(x2) എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ f(xn) എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഒരു വാല്യൂസ് നിങ്ങളതാണ് ആ കിട്ടുന്ന വാല്യൂസാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. In forming these theoretical distribution, we may have to use one or more independent constraints calculated from the sample. If R is the number of independent constraints to be satisfied by the frequencies, the above test statistic shows a chi² distribution with n-r-1 degrees of freedom. ഇതെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷനാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലാംഡ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ലാംഡ എസ്റ്റിമേറ്റ് ചെയ്യണം. എങ്ങനെ ലാംഡ എസ്റ്റിമേറ്റ് ചെയ്യും? ലാംഡേൻ്റെ എസ്റ്റിമേറ്റർ എന്താണ്? ലാംഡ എന്ന് പറയുന്നത് എന്താണ്? പോയിസോണിൻ്റെ മീനാണ്. അപ്പോൾ പോപ്പുലേഷൻ മീനിൻ്റെ ഒരു എസ്റ്റിമേറ്റർ ആണെന്ത്? സാമ്പിൾ മീൻ. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യും? നമ്മൾ x⁻ കണ്ടുപിടിക്കും. സാമ്പിൾ എന്ന് പറഞ്ഞാൽ x⁻. അപ്പോൾ നമുക്കിവിടെ x⁻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒബ്സർവേഷൻസും ഉണ്ട്, ഫ്രീക്വൻസീസും ഉണ്ട്. അപ്പോൾ x⁻ എന്താണ്? സമ്മേഷൻ fi ഇൻറ്റു xi ബൈ ക്യാപിറ്റൽ N. അപ്പം നമുക്ക് ഇപ്പം നോർമലിൻ്റെ കേസിലാണെങ്കിലും പോയിസോണിൻ്റെ കേസിലാണെങ്കിലും ബൈനോമിയലിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് ലാംഡേൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ബൈനോമിയലിൻ്റെ കേസിലാണെങ്കിൽ സ്മോൾ p, അല്ലെങ്കിൽ നോർമലിൻ്റെ കേസിലാണെങ്കിൽ മ്യൂ, ഇതിനൊന്നും വാല്യൂ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണം? എസ്റ്റിമേറ്റ് ചെയ്യണം അല്ലേ? അതിൻ്റെ എസ്റ്റിമേറ്ററായ x⁻. ഇപ്പം ലാംഡയും p ഒക്കെ ആണെങ്കിൽ നമുക്ക് x⁻ കണ്ടുപിടിക്കണം. മ്യൂ ആണെങ്കിൽ x⁻ കണ്ടുപിടിക്കണം. അതുപോലെ സാമ്പിൾ ഇപ്പം നോർമലിൻ്റെ കേസിലാണെങ്കിൽ വേരിയൻസ് σ² ആണെങ്കിൽ സാമ്പിൾ വേരിയൻസ് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ ഇപ്പം ഒരു പാരാമീറ്റർ ആണ്. ഇപ്പം ഫോർ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഒരു പാരാമീറ്റർ മാത്രമേ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? നമ്മളുടെ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വീണ്ടും കുറയും. n-1 നിന്നും വീണ്ടും ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയും. അപ്പം നമുക്ക് നോർമലിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇപ്പം മ്യൂവും σ² നമുക്ക് അറിയില്ലെങ്കിൽ ആ 2 പാരാമീറ്ററും എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നിന്നും വീണ്ടും ഒരു 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയും. എന്ന് വെച്ചാൽ n-1 നിന്നും വീണ്ടും ഒരു 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ n-1 -2 എന്ന് വെച്ചാൽ n-3 ആവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ എത്ര പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യുന്നോ അത്രയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വീണ്ടും കുറയും. അപ്പോൾ ഏതൊക്കെ കേസിലാണ് ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നിൽ നിന്നും കുറയുന്നതെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരുന്നു? ആദ്യം n ആയിരുന്നു. ഇവിടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഈക്വൽ ആയിരിക്കും. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡിക്രീസസ് ടു n-1. n-1 വന്നു. ഇനി നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഇനി ലാംഡേൻ്റെ വാല്യൂ ഒക്കെ തരുവാണെങ്കിൽ, ഇപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ലാംഡേൻ്റെ വാല്യൂ തരുവാണെങ്കിൽ നമുക്ക് അവിടെ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയത്തില്ല, n-1 തന്നെയായിരിക്കും. നമുക്ക് പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലാണ് പിന്നെ അവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയുക. ഇപ്പം 6 കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ, എന്നുവെച്ചാൽ 6 പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വീണ്ടും കുറയാണ്. അതാണ് പറയുന്നത്. അപ്പം chi² ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-r-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും.
നമ്മളുടെ ഒറിജിനൽ എന്താണ് chi² വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. പിന്നെ r പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിട്ട് മാറും? n-r-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. If chi² equal to 0, the observed frequencies and the expected frequencies will coincide, and this shows that there is a perfect agreement between theory and observation. അപ്പോൾ chi² ഡിസ്ട്രിബ്യൂഷനും ഇപ്പോൾ chi²ൻ്റെ വാല്യൂ നമ്മൾ ഈ chi² ഈക്വൽ സമ്മേഷൻ i from 1 to n OI minus EI all square by EI കണ്ടുപിടിച്ചിട്ട് അത് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എന്താണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഈക്വൽ ആണ്, രണ്ടും ഈക്വൽ ആണ്, എന്താണ് നല്ല ഫിറ്റ് ആണെന്ന് പറയാം. അതാണ് അതിൻ്റെ കൺക്ലൂഷൻ. Even when chi² is slightly more than 0, we have no reason to reject the hypothesis, as it may happen with very high probability even when the hypothesis is true. When the value of chi² computed from the data exceeds some limit, we reject h0. അപ്പം നമ്മൾ എന്താണ് ഇപ്പം നമ്മൾ chi² ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്കെന്ന് പറയാം ഇത് തമ്മിൽ അത്ര എഗ്രിമെൻ്റ് അല്ല, ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിൽ ഡിഫറൻസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഗുഡ് ഫിറ്റ് അല്ലെന്ന് പറയാം. അപ്പോൾ നമ്മൾ h0 റിജക്റ്റ് ചെയ്യും. Thus, the chi² test of goodness of fit is basically a right-tailed test. നമ്മൾ മുന്നേ പറഞ്ഞു chi² ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ റൈറ്റ് ആൻഡ് ടെയിൽ ഉണ്ട്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് ബേസ് ചെയ്തിട്ടുള്ള chi² വെച്ച് ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റൊക്കെ എന്താണ്? അതിനൊരു റൈറ്റ് ടെയിൽഡ് ടെസ്റ്റ് ആണ്. The critical value of chi² is determined by referring the table for n-r-1 degrees of freedom. ഈ n-r-1 എന്ന് പറയുന്നത് പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഈ പാരാമീറ്റർ ഒന്നും എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. പ്രോബിലിറ്റി ഓഫ് chi² ഗ്രേറ്റർ ദാൻ chi² ആൽഫ ഈക്വൽ ടു ആൽഫ. നൗ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് chi². നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യണം? chi² എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ chi² കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഗിവൺ ആൽഫ എന്ന് പറഞ്ഞ സിഗ്നിഫിക്കൻസ് ലെവൽ തന്നിട്ടുണ്ടെങ്കിൽ chi² ആൽഫ ഫോർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുക. chi² ഗ്രേറ്റർ ദാൻ chi² ആൽഫയാണെങ്കിൽ നിങ്ങൾ h0 റിജക്റ്റ് ചെയ്യും. അതർവൈസ് വി ആക്സെപ്റ്റ് h0. The following are some points to be considered while using chi² test. അപ്പോൾ chi² ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ്. In a set of observations which are subject to the linear constraints, summation I from 1 to n OI equals summation I from 1 to n EI 1 degrees of freedom is lost. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. n set of observations ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കൺസ്ട്രെയിൻ കൂടെ വരികയാണെങ്കിൽ 1 degrees of freedom ലോസ്റ്റ് ചെയ്യും. ഈ ഒരു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അതുണ്ട്. എന്താണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. Therefore, for the application of chi² with n cell frequencies, the degrees of freedom is n-1. നമ്മൾ പറഞ്ഞ കാര്യമാണ്. If we have to estimate the parameters p for binomial distribution, lambda for Poisson distribution, mu and sigma square for normal distribution to compute the theoretical or expected frequencies of the distribution, then one more degrees of freedom has to be subtracted for each parameter estimated. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ പാരാമീറ്റർ എത്രത്തോളം എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വീണ്ടും കുറയും. മൂന്നാമത്തത്, ഇഫ് എനി ഓഫ് ദ എക്സ്പെക്റ്റഡ് സെൽ ഫ്രീക്വൻസി ഈസ് ലെസ് ദാൻ 5, then we combine it with the preceding or succeeding cell frequency so that the resulting frequency is greater than 5. In this case also 1 degrees of freedom has to be adjusted. ഇതെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുകയാണ്. അപ്പം ഏതെങ്കിലും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 5-നേക്കാളും കുറവ് വാല്യൂ ആണ്, ഇപ്പോൾ 0, 1, 2, 3, 4 ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തൊട്ട് മുന്നത്തെയോ അല്ലെങ്കിൽ തൊട്ട് ബേക്കിലത്തെയോ ഫ്രീക്വൻസി ആയിട്ട് പൂൾ ചെയ്യും, കമ്പൈൻ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ എത്ര സെല്ലുമായിട്ടാണോ കമ്പൈൻ ചെയ്യുന്നത് അത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വീണ്ടും കുറയും. അത് ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് നോക്കാം. പിന്നെ ദ സാമ്പിൾ സൈസ് n ഷുഡ് ബി ലാർജ്, സേ മോർ ദാൻ 50. ഈ ഫ്രീക്വൻസി ടോട്ടൽ ഫ്രീക്വൻസി n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 50 ആയിരിക്കണം. ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഇസ് ഇൻ ദ ഫോം ഓഫ് എ 2-way ടേബിൾ ആൻഡ് ഇഫ് ദർ ആർ R rows and C columns and no parameters are estimated.
ഇവിടുന്ന് പറയുന്നത് ഇതിപ്പം 6 റോസും 6 കോളംസും ഉള്ള ഒരു ടേബിൾ ആയിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം R-1 C-1 ആയിരിക്കും. അതിവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മൂന്നാമത്തെ കേസിലാണ് വരുന്നത്. അതിന് പ്രോബ്ലം നോക്കാം. 4 coins are tossed 18 times. 4 coins are tossed 18 times. വെച്ചാൽ നമ്മൾ 4 കോയിൻ എടുത്തു, അറ്റ് എ ടൈം 4 കോയിനും ടോസ് ചെയ്തു. അപ്പോൾ ഒരു റൗണ്ട് 4 കോയിനും ടോസ് ചെയ്തു, രണ്ടാമത്തെ റൗണ്ട് 4 കോയിനും ടോസ് ചെയ്തു, അങ്ങനെ 18 ടൈംസ് 4 കോയിനും ടോസ് ചെയ്തു. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് ഹെഡ്സ് ഈസ് ഗിവൺ ബിലോ. ഇപ്പം നമ്പർ ഓഫ് ഹെഡ്സ് 0 എന്നുവെച്ചാൽ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും വട്ടം ടോസ് ചെയ്തിട്ടും 0 കിട്ടുന്നില്ല. 0 കിട്ടാത്ത ഫ്രീക്വൻസി എത്ര വട്ടം കിട്ടാണ്ടിരുന്നു? 4 വട്ടം കിട്ടാണ്ടിരുന്നു. ഒരു വട്ടം കിട്ടിയത് എത്രയാണ്? ഒന്ന് കിട്ടിയത് 20 എണ്ണത്തിൽ, 2 വട്ടം 32 എണ്ണത്തിൽ, 3 വട്ടം 18 എണ്ണത്തിൽ, 4 എണ്ണം 6 എണ്ണത്തിൽ, അങ്ങനെ ടോട്ടൽ ഫ്രീക്വൻസി 80. Apply chi-square test and test at 1% level of significance if the coin is unbiased. അപ്പോൾ കോയിൻ അൺബൈസ്ഡ് ആണോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. സൊല്യൂഷൻ നോക്കാം. ലെറ്റ് എക്സ് ബി ദ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻ വെൻ 4 കോയിൻസ് ആർ ടോസ്ഡ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻ വെൻ 4 കോയിൻസ് ആർ ടോസ്ഡ്. അപ്പം അത് ഫോളോ ചെയ്യുന്നത് എന്താ? എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n എന്ന് പറയുന്ന 4, പിന്നെ p എന്ന് പറയുന്നത് 1/2. ഇഫ് ദ കോയിൻസ് ആർ അൺബൈസ്ഡ്, കോയിൻ അൺബൈസ്ഡ് ആണെങ്കിൽ. Therefore, the expected frequency എന്തായിരിക്കും? f of x എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് f of x എന്ത് വരും? ഇവിടെ ഒരു ക്യാപിറ്റൽ n വന്നിട്ടുണ്ട്. അത് 18 ടൈംസ് നമ്മൾ ഈ 4 കോയിൻസ് ടോസ് ചെയ്യുന്നുണ്ട്. അതാണ് 80. n എന്ന് പറയുന്നത് 80 into NCX p raised to x into q raised to n minus x. x from 0, 1, 2, 3 up to 4. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എഫ് ഓഫ് 0 കണ്ടുപിടിക്കണം. ഇവിടെ 0, 1, 2, 3, 4 വരെ അല്ലേ? എഫ് ഓഫ് 0 കണ്ടുപിടിക്കണം, എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം, എഫ് ഓഫ് 2 കണ്ടുപിടിക്കണം, എഫ് ഓഫ് 3 കണ്ടുപിടിക്കണം, എഫ് ഓഫ് 4 കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? എക്സിന് 0യും അതുപോലെ 1 കൊടുത്തിട്ട് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 5 ആണ്, എഫ് ഓഫ് 1 20, എഫ് ഓഫ് 2 30, എഫ് ഓഫ് 3 20, എഫ് ഓഫ് 4 5 കിട്ടി. ഹിയർ വി സെറ്റ് അപ്പ് ദ ഹൈപ്പോത്തസിസ് ആസ് h0 എന്താണ്? ദ കോയിൻസ് ആർ അൺബയസ്ഡ്. h0 എടുക്കുന്നത് കോയിൻസ് ആർ അൺബയസ്ഡ് ആണ്. അൺബയസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി ഈക്വൽ ആണ്. h1 ദ കോയിൻസ് ആർ ബയസ്ഡ്. ബയസ്ഡ് എന്ന് വെച്ചാൽ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി രണ്ടും ഡിഫറൻസ് ആണ്. 1/2 1/2 അല്ല എന്ന്. ഇൻ അതർ വേർഡ്സ് വി ആർ അസ്യൂമിങ് ദാറ്റ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. അണ്ടർ h0 ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? chi square equal to summation i from 1 to n OI minus EI all square by EI. ഇവിടെ നമ്മൾ എന്താണ് പാരാമീറ്റേഴ്സ് ഒന്നും എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാം. നമ്പർ ഓഫ് ഹെഡ്സ് 0, 1, 2, 3, 4 ആണ്. നമ്പർ ഓഫ് ടോസസ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി 0ന് കറസ്പോണ്ടിങ് ആണ്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് എന്താണ് എന്ന് വെച്ചാൽ തന്ന ഫ്രീക്വൻസി 4, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്താണ്? 5. അപ്പോൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി 4, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 5. ഇനി 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്സർവ്ഡ് ഫ്രീക്വൻസി 20, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 20. അതുപോലെ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 30 to 30. അങ്ങനെ ഓരോന്നിൻ്റെയും OIയും EI എഴുതുക. OI മൈനസ് EI കണ്ടുപിടിക്കുക, OI മൈനസ് EI ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കുക, പിന്നെ OI മൈനസ് EI ഹോൾ സ്ക്വയർ ബൈ EI കണ്ടുപിടിക്കുക. അതിൻ്റെ സം എടുക്കുക, 0.73 കിട്ടും. അപ്പോൾ നമ്മളുടെ എന്ത് കിട്ടി? 0.73 ആണ് chi square 0.73. The table value of chi square is given by referring the table for n-1 എന്ന് വെച്ചാൽ 5-1 എന്ന് വെച്ചാൽ 4 degrees of freedom ആൽഫ ഈക്വൽ 0.01 അതെന്ന് പറഞ്ഞാൽ 13.28 ആണ്. സിൻസ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ലെസ് ദാൻ chi square ആൽഫയാണ്. chi square ഗ്രേറ്റർ ദാൻ chi square ആൽഫയാണെങ്കിൽ നമ്മൾ h0 റിജക്റ്റ് ചെയ്യും. ഇവിടെ കിട്ടിയേക്കുന്ന chi square ലെസ് ദാൻ chi square ആൽഫയാണ്. സോ h0 ആക്സെപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ കോയിൻ ഈസ് അൺബയസ്ഡ്. In other words, there is no significant difference between observed and expected frequencies. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ ഒരു പ്രോബ്ലം നോക്കൂ. എക്സാമ്പിൾ 3. Fit a Poisson distribution to the following data and test the goodness of it. Poisson distribution ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ തന്ന ഡേറ്റ എന്താണ്? നമ്മുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. x 0, 1, 2, 3, 4, 5, 6.
അതുപോലെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാനാണ്. ഇവിടെ നമുക്ക് പക്ഷേ ലാംഡ തന്നിട്ടുണ്ടോ? പോയിസോൺ ഡിസ്ട്രിബ്യൂഷനെ പറഞ്ഞിട്ടുണ്ട്, ലാംഡ തന്നിട്ടില്ല. അപ്പോൾ ലാംഡ എസ്റ്റിമേറ്റ് ചെയ്യണം ഇവിടെ. To determine the expected Poisson frequencies, we have to estimate lambda using the sample data. Sample data ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ലാംഡ എസ്റ്റിമേറ്റ് ചെയ്യണം. ലാംഡ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ മീനിൻ്റെ എസ്റ്റിമേറ്റ് ആണ് സാമ്പിൾ മീൻ. എക്സ് ബാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫോർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ സമ്മേഷൻ FI ഇൻറ്റു XI/N ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ 0.48 ആണ് കിട്ടുന്നത്. ദ പോയിസോൺ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? f(x) n ഇൻറ്റു e raised to minus lambda raised to x/x factorial. ഈ എന്താണ് n, നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ n ഇൻറ്റു വേണം ചെയ്യാൻ കേട്ടോ. എന്ന് പറയുന്നത് ഇവിടെ 392 ആണ്. അപ്പോൾ നമ്മൾ f(0) ആ ഇക്വേഷനിൽ f(0) കൊടുത്തിട്ട് കണ്ടുപിടിച്ചു. f(1) അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിച്ചു. അതായത് നമ്മളുടെ ഇവിടെ H0 എന്ന് പറയുന്നത് എന്താണ്? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഗുഡ് ഫിറ്റ് ആണെന്ന്. H0 പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ ഗുഡ് ഫിറ്റ് ടു ദ ഗിവൺ ഡേറ്റ. എന്താണ് H1 എന്താണ്? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോട്ട് എ ഗുഡ് ഫിറ്റ്. ഇതാണ് നമ്മൾ H0ഉം H1ഉം എടുക്കേണ്ടത്. H0 എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് പാർട്ട് എന്ന് വെച്ചാൽ അത് ഫിറ്റ് ആണെന്നുള്ള രീതിയിലും H1 എന്ന് പറയുന്നത് ഫിറ്റ് അല്ല എന്നുള്ള രീതിയിലും. അങ്ങനെയാണ് കൈ സ്ക്വയർ ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? കൈ സ്ക്വയർ സമ്മേഷൻ I from 1 to n OI minus EI all square by EI. ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിച്ചപ്പോൾ f(3) എന്താണ്? 4 ആണ്. നമ്മളിവിടെ പറഞ്ഞു, നമ്മൾ കൈ സ്ക്വയർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഇവിടെ മൂന്നാമത്തെ കേസ് പറഞ്ഞു, ഇഫ് എനി ഓഫ് ദ എക്സ്പെക്റ്റഡ് സെൽ ഫ്രീക്വൻസി ഈസ് ലെസ് ദാൻ 5 then we combine it with the preceding or succeeding cell frequencies so that the resulting frequency is greater than 5. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന പ്രോബ്ലത്തിൽ f(3) 4 ആണ്, ലെസ് ദാൻ 5 ആണ് അല്ലേ. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഫോർ 3 എന്ന് പറയുന്നത് 4 ആണ്, ഇറ്റ്സ് ലെസ് ദാൻ 5. f(4) എന്താണ്? 1 ആണ്, ലെസ് ദാൻ 5. f(5) എന്താണ്? 0, ഇറ്റ്സ് ലെസ് ദാൻ 5. f(6) എന്താണ്? ലെസ് ദാൻ 5 ആണ്, സോ 0. അപ്പോൾ നമ്മൾ ഇവിടെ OIs എഴുതി, EIs എഴുതി അല്ലേ. അപ്പോൾ ഇവിടെ OIസിൻ്റെ കേസിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ഇവിടെ EI എത്രത്തോളം, ഇപ്പോൾ EI എന്ന് പറയുന്നത് 4, 1, 0, 0. അപ്പോൾ നമ്മളിവിടെ ഈ 4 എന്ന് പറയുന്ന ആ സെല്ലിലോട്ട് ബാക്കി 4 എന്ന് പറയുന്ന ആ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഇല്ലേ, അതിലോട്ട് അതിൻ്റെ ബാക്കിയുള്ള താഴത്തെ ഫ്രീക്വൻസീസൊക്കെ കൂടെ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടുന്നുണ്ടല്ലേ. 4 കഴിഞ്ഞാൽ പിന്നെ 1, 0, 0 ആണ്. അപ്പോൾ ഇതൊക്കെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നാലാമത്തെ 4 എന്ന് പറയുന്ന ഫ്രീക്വൻസി കിട്ടിയ സെല്ലിനോട് ബാക്കി 3 സെല്ലും കൂടെ എന്താണ് പൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനലി ഫ്രീക്വൻസി 5 കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് നമ്മൾ ഈ പൂൾഡ് ഫ്രീക്വൻസി OI മൈനസ് ഇവിടെ EI എന്ന് പറയുന്നത് 5 ആയിട്ട് എടുക്കുന്നത്. സോ ഇവിടെ നമ്മൾ പൂൾ ചെയ്യുന്നതുകൊണ്ട് കറസ്പോണ്ടിങ് OI, ഇവിടെ നമ്മൾ എത്ര സെല്ലാണ് പൂൾ ചെയ്യുന്നത്, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയിൽ എത്ര സെല്ലാണ് പൂൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയിലും പൂൾ ചെയ്യണം. ഇവിടെ ഈ 4 സെല്ലും കൂടിയാണ് പൂൾ ചെയ്തേക്കുന്നത്, ഇവിടെ ഈ 3, ഇവിടെ അതുപോലെ 4 സെല്ലും കൂടെ പൂൾ ചെയ്യണം. എന്നാൽ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. OI മൈനസ് EI എടുക്കണ്ടേ. അപ്പോൾ OI മൈനസ് EI ഇവിടെ 10 വരും. ബാക്കിയൊക്കെ അതുപോലെ തന്നെ OI മൈനസ് EI. അത് നമ്മൾ OI മൈനസ് EIൻ്റെ സ്ക്വയർ എടുക്കും, OI മൈനസ് EI ഓൾ സ്ക്വയർ ബൈ EI എടുക്കും, 41.04 കിട്ടും. കൈ സ്ക്വയറിൻ്റെ വാല്യൂ ഈക്വൽ ടു കൈ സ്ക്വയർ ഈക്വൽ ടു 41.04. ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും? ടോട്ടൽ ഒബ്സർവേഷൻസ് എത്രയാണ്? 7 ആയിരുന്നു. അങ്ങനെ OI മൈനസ് EI എന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിൻ വന്നതുകൊണ്ട് 7 - 1 ആയി, 7ൽ നിന്ന് 1 കുറഞ്ഞു. പിന്നെന്താ സംഭവിക്കുന്നത്? പിന്നെ നമ്മളിവിടെ ലാംഡ എസ്റ്റിമേറ്റ് ചെയ്തു, അപ്പം 1 കൂടെ കുറഞ്ഞു, 7 - 1 - 1. അതുപോലെ തന്നെ ഇവിടെ ഒരു സെല്ലിലോട്ട് ബാക്കി 3 സെല്ലും കൂടെ പൂൾ ചെയ്തു അല്ലേ. ഇപ്പം ഇവിടെ 4 സെല്ലുണ്ടായിരുന്നത്, ആ 4 സെല്ലിൽ എന്താണ് ഫ്രീക്വൻസി ലെസ് ദാൻ 5 ആയതുകൊണ്ട് ആ 4 സെല്ലും കൂടെ നമ്മൾ പൂൾ ചെയ്തു. എന്നുവെച്ചാൽ 4 സെല്ലും കൂടെ പൂൾ ചെയ്ത് ഒറ്റ സെല്ലായി മാറി. അപ്പോൾ എത്ര കുറഞ്ഞു അവിടെ സെല്ലുകൾ? 3 സെല്ലുകൾ കുറഞ്ഞു അല്ലേ. അവിടെ 4 എണ്ണം ആയിരുന്നു ഉണ്ടായിരുന്നത്, അതൊക്കെ കൂടെ പൂൾ ചെയ്ത് 1 ആക്കി, അപ്പോൾ 3 എണ്ണം കുറഞ്ഞു. അപ്പോൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വീണ്ടും കുറയും. അതാണ് ദ ടേബിൾ വാല്യൂ കൈ സ്ക്വയർ ഫോർ 7, ടോട്ടൽ 7 ആയിരുന്നു. -1 എന്താണ്? നമ്മളുടെ സമ്മേഷൻ OI മൈനസ് EI എന്ന് പറയുന്ന ആ ഒരു കൺസ്ട്രെയിനിൽ കുറഞ്ഞു. -3 എന്താണ്? ഈ 3 സെല്ലും കൂടെ 4 സെല്ലും കൂടെ കൂട്ടിയിട്ട് ഒരു സെല്ലായി മാറി, അപ്പോൾ 3 ഡിക്രീസ് സംഭവിച്ചു. പിന്നെ ഒരു -1 എന്താണ്?
നമ്മൾ ലാംഡ എസ്റ്റിമേറ്റ് ചെയ്തതിൻ്റെ 7 - 1 -3 -1 2 degrees of freedom. അതുകൊണ്ട് കൊടുത്ത് 1 degrees of freedom for OA minus EI, 1 degrees of freedom for estimating lambda, 3 degrees of freedom for pooling 3 cell frequencies. And probability alpha equal to 0.05. അപ്പം chi-square for 2 degrees of freedom എന്താണ് 5.991. അപ്പോൾ ഇവിടെ chi-square എന്താണ് 41.04. chi-square alpha എന്ന് പറയുന്നത് 5.991. എന്നുവെച്ചാൽ chi-square greater than chi-square alpha ആണ്. Since the calculated value is greater than the table value, H0 is rejected. ഇവിടെ നമ്മൾ റിജക്ട് ചെയ്തു. മുന്നത്തെ കേസിൽ നമ്മൾ മുന്നേ പറഞ്ഞ പ്രോഡക്റ്റിൽ ആക്സെപ്റ്റ് ചെയ്തായിരുന്നു. അവിടെ chi-square ലെസ് ദാൻ chi-square alpha ആയിരുന്നു. സോ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു H0. ഇവിടെ chi-square എന്താണ് ഗ്രേറ്റർ ദാൻ chi-square alpha ആണ്. സോ നമ്മൾ റിജക്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ എന്താണ് ഇതൊരു ഗുഡ് ഫിറ്റ് അല്ലെന്ന്. H0 എന്തായിരുന്നു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഗുഡ് ഫിറ്റ് ടു ദ ഗിവൺ ഡേറ്റ എന്നായിരുന്നു. പക്ഷേ നമ്മൾ H0 റിജക്റ്റ് ചെയ്യേണ്ടി വന്നു. There is no agreement with the observed and theoretical frequencies which says that Poisson distribution is not a good fit to the given data. നമ്മൾ പറയാൻ പോകുന്നത് the chi-square test for independence. അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് chi-square test for independence ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. നമ്മളൊരു പേഴ്സൻ്റെ എ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്, ബി എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ എ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ നമുക്ക് A1 A2 എക്സെട്ര AN ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബി എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ B1 B2 എക്സെട്ര BN ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ എ ആട്രിബ്യൂട്ടും ബി ആട്രിബ്യൂട്ടും ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ മൂന്നാമത്തെ കേസ് യൂസ് ചെയ്യുന്നത്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ആ പോപ്പുലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ നമ്മൾ എ എന്ന് പറയുന്നൊരു ക്യാരക്ടർ എടുത്തു, അതിന് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബി എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്തു, അതിന് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ എയും ബിയും തമ്മിൽ എന്തെങ്കിലും റിലേറ്റഡ് ആണോ? ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻസിൻ്റെ എന്താണ് എഡ്യൂക്കേഷൻ ലെവൽ എന്ന് വെച്ചാൽ ഒരു ആവറേജ് ആണോ, ബിലോ ആവറേജ്, മോഡറേറ്റ്, എബോവ് ആവറേജ്, അങ്ങനെയൊക്കെ പറയില്ലേ. ഇപ്പോൾ ഒരു ഇവിടെ എന്ന് പറയുന്നത് മോർ ദാൻ ടു ക്ലാസിഫിക്കേഷൻ വേണം. ആ ഒരു ആട്രിബ്യൂട്ടിന് മോർ ദാൻ 2 ക്ലാസിഫിക്കേഷൻ വേണം. അതുപോലെ ബി എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് മോർ ദാൻ 2 ക്ലാസിഫിക്കേഷൻ വേണം. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ എ എന്ന് പറയുന്ന ക്യാരക്ടറും ബി എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിൽ എന്തെങ്കിലും എന്താണ് അവർ റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. നോക്കാം. ദ chi-square test of independence. We shall now apply the chi-square test for testing some hypothesis which can be formulated in the case of contingency table. The latter give the counts for the data that can be classified into groups according to 2 or more classification systems. We always assume tactically that the observations are independent and identically distributed. നോക്കാം. In general, the number of classification variables may be larger, but we consider only the case of 2 classification system. നമ്മൾ 2 classification system ആണ് നോക്കുന്നത്. എന്നുവെച്ചാൽ 2 ആട്രിബ്യൂട്ട്സേ എടുക്കുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ 3 ആട്രിബ്യൂട്ട്സ് ഒക്കെ എടുക്കാം. പക്ഷെ നമുക്കൊരു കണ്ടിജൻസി ടേബിളിലുള്ള ആട്രിബ്യൂട്ട്സ് നോക്കിയാൽ മതി. എക്സാമ്പിൾ ഓഫ് സച്ച് പെയർ ഓഫ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം മേ ബി ജെൻഡർ. ഇപ്പോൾ ജെൻഡറിൻ്റെ കേസിലാണെങ്കിൽ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, അങ്ങനെ ഇപ്പോൾ പല ക്ലാസിഫിക്കേഷൻസും ഉണ്ട്. എഡ്യൂക്കേഷൻ ലെവൽ, അതാണ് പറഞ്ഞത്. എന്താണ് ഒരു സ്റ്റുഡൻറ്റിന് എടുക്കുകയാണെങ്കിൽ എബോവ് ആവറേജ്, ബിലോ ആവറേജ്, അങ്ങനെയൊക്കെ പറയാം. അതിലും മോർ ദാൻ 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സ്മോക്കിംഗ് ഹാബിറ്റ്, അങ്ങനെയുള്ളതൊക്കെ. ആൻഡ് ദ ഡേറ്റ വിൽ ഗിവ് 2/2 കണ്ടിജൻസി ടേബിൾ. ഒരു 2/2 കണ്ടിജൻസി ടേബിളാണ്. ലെറ്റ് ദർ ബി 2 ആട്രിബ്യൂട്ട്സ് എ ആൻഡ് ബി. 2 ആട്രിബ്യൂട്ട് ഉണ്ട്. എ ഡിവൈഡഡ് ഇൻറ്റു m ക്ലാസ്സസ് A1 A2 എക്സെട്ര AM and B divided into n classes B1 B2 etc. Bn. The various cell frequencies can be expressed in the following table having m rows and n columns. ഇതിനെയാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്ന ടേബിളിനെയാണ് കണ്ടിജൻസി ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ എയിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഫസ്റ്റ് കോളത്തിൽ, A1 A2 എക്സെട്ര AN. ബി എൻ്റെ ആട്രിബ്യൂട്ട്സിലാണ് ഫസ്റ്റ് റോയിൽ B1 B2 എക്സെട്ര BN. ഇവിടെ എന്ന് വെച്ചാൽ ഈ F11 എന്ന് പറയുന്ന ഫസ്റ്റ് ഒരു സെല്ലില്ലേ, എന്ന് പറഞ്ഞാൽ A1ഉം B1ഉം, A1 എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും A1 എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും B1 എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ഉള്ള എത്ര പേരുണ്ട് അവരുടെ കൗണ്ടാണ് F11 ഫ്രീക്വൻസി എന്ന് പറയുന്നത്.
B1ഉം A1ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പേഴ്സ്, അതാണ് ഫ്രീക്വൻസി. F11 F12 പറഞ്ഞാൽ A1ഉം B2 സാറ്റിസ്ഫൈ ചെയ്യുന്നവരുടെ എണ്ണം F12. പിന്നെ ടോട്ടൽ F1 പറയുന്നത് എന്താണ്? എന്നുവെച്ചാൽ A1 പറയുന്ന ക്യാരക്ടർ സാറ്റിസ്ഫൈ ചെയ്യുന്ന A1 പറയുന്ന ക്യാരക്ടർ എത്ര പേര് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അത് F1, A2 ചെയ്യുന്നത് F2, AI, FI. അതുപോലെ കോളം നോക്കുകയാണെങ്കിൽ B1 സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര പേരുണ്ട് അതാണ് F.1, B2, F.2 അങ്ങനെ പറയുന്നത്. ടോട്ടൽ ഫ്രീക്വൻസി N. ഇവിടെ ഹിയർ Fij, ദ ഫ്രീക്വൻസി ഓഫ് ദ ഒക്കറൻസ് ഓഫ് ദ ജോയിൻറ്റ് ഇവൻറ്റ് AI. ആ ജോയിൻറ്റ് ഇവൻറ്റ് ഒക്കർ ചെയ്യുന്നതിനുള്ള ഇതാണ് AI. Bj എന്ന് പറഞ്ഞാൽ Fij എന്ന് പറയുന്നത്. Fi എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദ ഒക്കറൻസ് ഓഫ് ദ ഇവൻറ്റ് AI. Fj എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദ ഒക്കറൻസ് ഓഫ് ദ ഇവൻറ്റ് Bj. Such a table is called M/N contingency table. ഇതാണ് M/N contingency table. We test the hypothesis H0 that A and B are independent. നമ്മളുടെ H0 എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് എന്താണ്? എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. ദാറ്റ് ഈസ് ദർ ഈസ് നോ അസോസിയേഷൻ ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ A and B. എന്ന് വെച്ചാൽ ഇഫ് H0 ട്രൂ ആണെങ്കിൽ നമ്മൾ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എങ്ങനെ വരും? വി ഹാവ് ഇപ്പം എയും ബിയും ഇൻഡിപെൻഡൻറ്റ് കേസ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ ബി നമുക്ക് പ്രോബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാൻ പറ്റുമെന്ന് അറിയാം. നമ്മൾ കണ്ടീഷണൽ പ്രോബിലിറ്റി ഒക്കെ പഠിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. A and B are two independent events, then probability of A intersection B equal to probability of A into probability of B. അതുപോലെ തന്നെ ഇവിടെ എന്താണ് H0 ട്രൂ ആണെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് AI ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് BJ. ഇൻ്റർസെക്ഷൻ ആണ് അവിടെ കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ, ജസ്റ്റ് നമുക്ക് അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. പ്രോബിലിറ്റി ഓഫ് AI ഇൻറ്റു BJ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് AI ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് BJ. എന്നുവെച്ചാൽ Fij/N ഈക്വൽ ടു Fi/N ഇൻറ്റു Fj/N. ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ Fij ഈക്വൽ ടു Fi ഇൻറ്റു Fj/N. അപ്പം H0 ട്രൂ ആണെങ്കിൽ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് chi² ഈക്വൽ ടു സമ്മേഷൻ I ഫ്രം 1 to M സമ്മേഷൻ J ഫ്രം 1 to N OIJ മൈനസ് EIJ ഓൾ സ്ക്വയർ ബൈ EIJ. ഇവിടെ രണ്ട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അതാണ് ഇവിടെ ഡബിൾ സമ്മേഷൻ വന്നത്. The table value of chi² is obtained by referring the table for m-1 into n-1 degrees of freedom. ഇവിടെ chi² ഫോളോ ചെയ്യുന്നത് chi² with m-1 into n-1 degrees of freedom ആണ്. chi² ഗ്രേറ്റർ ദാൻ chi² ആൽഫ ആണെങ്കിൽ നമ്മൾ H0 റിജക്റ്റ് ചെയ്യും, അതർവൈസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. നോക്കാം, ഒരു പ്രോബ്ലം നോക്കൂ. ഫ്രം ദ ഫോളോയിങ് ടേബിൾ ഷോയിങ് ദ നമ്പർ ഓഫ് പ്ലാന്റ്സ് ഹാവിങ് സർട്ടൺ ക്യാരക്ടർ ടെസ്റ്റ് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് ഫ്ലവർ കളർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്ലാറ്റ്നെസ് ഓഫ് ലീവ്സ്. ഇവിടെ രണ്ട് എന്താണ് ക്യാരക്ടർ, ഫ്ലവേഴ്സിൻ്റെ രണ്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ലീവ്സ്, ഒരു പ്ലാന്റിൻ്റെ ലീവ്സ് ഫ്ലാറ്റ് ലീവ്സ് ആവാം, എന്താണ് കേൾഡ് ലീവ്സ് ആകാം. അതുപോലെ ഫ്ലവർ എന്താണ് വൈറ്റ് ഫ്ലവേഴ്സ് ആകാം, റെഡ് ഫ്ലവേഴ്സ്. ഈ രണ്ട് ക്യാരക്ടറിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ വൈറ്റ് കളർ വിത്ത് ഫ്ലാറ്റ് ലീവ്സ് എന്ന് പറയുന്നത് 99 ഉണ്ട്, വൈറ്റ് കളർ വിത്ത് കേൾഡ് ലീവ്സ് 36 ഉണ്ട്, ടോട്ടൽ 135. റെഡ് കളർ വിത്ത് ഫ്ലാറ്റ് ലീവ്സ് 20 ഉണ്ട്, റെഡ് കളേഴ്സ് വിത്ത് കേൾഡ് ലീവ്സ് 5, ടോട്ടൽ 25. ഫ്ലാറ്റ് ലീവ്സിൻ്റെ ടോട്ടൽ 119, കേൾഡ് ലീവ്സ് 41, ടോട്ടൽ ഫ്രീക്വൻസി 160. ഓൺ ദ ഹൈപ്പോത്തസിസ് ദാറ്റ് ദ ഫ്ലവർ കളർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഫ്ലാറ്റ്നെസ് ഓഫ് ലീവ്സ്. അപ്പോൾ H0 എന്ന് പറയുന്നത് എന്താണ്? എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ H0 എന്താണ്? ഫ്ലവർ കളർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്ലാറ്റ്നെസ് ഓഫ് ലീവ്സ്. The expected frequency for the plants having white colors, white flowers and flat leaves എന്ന് പറയുന്നത് 135. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം നമ്മൾ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഹാവിങ് വൈറ്റ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്ലാറ്റ് ലീവ്സ്, വൈറ്റ് ഫ്ലവേഴ്സും ഫ്ലാറ്റ് ലീവ്സും ഉള്ള എന്താണ് അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എങ്ങനെയാണ്? 135 എന്ന് വെച്ചാൽ ഈ വൈറ്റ് ലീവ്സിൻ്റെ ടോട്ടൽ 135 ഇൻറ്റു ഫ്ലാറ്റ് ലീവ്സിൻ്റെ ടോട്ടൽ 199 ബൈ ടോട്ടൽ ഫ്രീക്വൻസി 160. ഇങ്ങനെയാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഈ ഓരോ ഇവിടെ എത്ര സെല്ലുണ്ട്? 99, 36, 25 എന്നൊക്കെ കൊടുത്തേക്കുന്ന ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആണ്. തന്നിട്ടുള്ളതൊക്കെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ്. 99 ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്, 36 ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്, 20 ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്, 5 ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്. ഇനി ഓരോന്നിൻ്റെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് സെല്ലിൻ്റെ എന്ന് വെച്ചാൽ വൈറ്റ് ഫ്ലവേഴ്സും വിത്ത് ഫ്ലാറ്റ് ലീവ്സിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഫ്ലവേഴ്സിൻ്റെ ടോട്ടൽ 135 ഇൻറ്റു ഫ്ലാറ്റ് ലീവ്സിൻ്റെ ടോട്ടൽ 199 ബൈ
എന്താണ് ടോട്ടൽ 160 100. The other expected frequencies follow from the fact that border frequencies for the rows and column remain unchanged. The expected frequency are shown in the following. ഇനി നമുക്ക് അതുപോലെ മറ്റേത് കണ്ടുപിടിക്കാം. കേൾഡ് ലീവ്സിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. കേൾഡ് ലീവ്സിൻ്റെ ആണെങ്കിൽ വൈറ്റ് ഫ്ലവേഴ്സ് വിത്ത് കേൾഡ് ലീവ്സിൻ്റെ ആണെങ്കിൽ വൈറ്റ് ഫ്ലവേഴ്സിൻ്റെ ടോട്ടൽ 135, കേൾഡ് ലീവ്സിൻ്റെത് 41. 135 × 41/160 കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നമുക്ക് വൈറ്റ് കളേഴ്സ് വിത്ത് ഫ്ലാറ്റ് ലീവ്സിൻ്റെ കിട്ടിയില്ലേ 100 ആണെന്ന്. ടോട്ടൽ അപ്പോൾ 135 ആണ്, ഇവിടെ 100 ആണ്. സോ ഇതെന്തായിരിക്കും, വൈറ്റ് കളേഴ്സ് വിത്ത് കേൾഡ് ലീവ്സിൻ്റെ 35 ആയിരിക്കും. 135 - 100 ചെയ്താൽ മതി, 35 കിട്ടും. അവിടെ ഇതുപോലെ 100 കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 2/2 ടേബിൾ ആണെങ്കിൽ നമുക്കിങ്ങനെ സബ്ട്രാക്ട് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീൻ്റെ ടേബിൾ കിട്ടി. ഇപ്പോൾ chi² കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, OI - EI (2/EI). 99 - 100 (2/100) പ്ലസ് ഇങ്ങനെ ഓരോന്നിൻ്റെയും കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഫൈനലി നമുക്ക് 0.24 കിട്ടും. ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്, n-1 × n-1 ആയിരുന്നു. ഇവിടെ m n ഈക്വൽ ആണ് എന്ന് വെച്ചാൽ 2 - 1 × 2 - 1 1. ദ 5% വാല്യൂ ഓഫ് chi² ഫോർ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് 3.41. അപ്പോൾ chi² ലെസ് ദാൻ chi² ആൽഫയാണ്. സോ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് chi² ഈസ് മച്ച് ലെസ് ദാൻ ദിസ് വാല്യൂ. ഹെൻസ് ദ ഡിഫറൻസ് between observed and expected frequencies is insignificant. It follows the flower color is independent of the flatness of leaves. നമ്മൾ ഇച്ചിനോട്ട് ആക്സെപ്റ്റ് ചെയ്യാണ് എന്നുവെച്ചാൽ ഫ്ലവർ കളറും ലീവ്സും തമ്മിലൊരു റിലേഷനും ഇല്ല, ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുകയാണ്.